അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ കനത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും തങ്ങളുടെ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ഇനി ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന ഒരു വെല്ലുവിളിയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഇന്ധന കേന്ദ്രങ്ങൾക്കോ തുറമുഖങ്ങൾക്കോ നേരെ ചെറിയ തോതിലുള്ള ആക്രമണം ഉണ്ടായാൽ പോലും അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ സൈനിക വിഭാഗമായ ഖാദം അൽ അൽബിയ ട്രസ്റ്റ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ തിരിച്ചടി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നത് ആയിരിക്കില്ല എന്നതും ഇവിടെ വ്യക്തമാക്കുകയാണ്. അമേരിക്കയ്ക്കും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും താല്പര്യമുള്ള മേഖലയിലെ എല്ലാ എണ്ണവാതക കേന്ദ്രങ്ങളും അഗ്നിക്കിരയാക്കുമെന്ന് തന്നെയാണ് ഈ ഭീഷണിയിലൂടെ ഇറാൻ മുഴക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്ന ആശങ്ക അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ പുതിയ നീക്കങ്ങൾ എടുത്തു കാണിക്കുന്നത്. മാത്രമല്ല, ഇറാൻ ആകട്ടെ വെറി കൊണ്ട് നിൽക്കുന്ന പോലെയാണ് ഇവിടെ സംസാരിക്കുന്നതും. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖൊമേനി രാജ്യത്ത് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വലിയ രീതിയിൽ ആദ്യം ഉണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടു എന്നും അദ്ദേഹം കോമ സ്റ്റേജിലായി എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ എത്ര കണ്ട് സത്യമാണ് എന്നതും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല.